ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥകളെ, ആരിലും ശരണപ്പെടാൻ കഴിയാത്ത അവസ്ഥ, ആരെയും ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥ, നമ്മുടെ ബലം നഷ്ടപ്പെട്ട് ബലം കുറഞ്ഞ് ആരോഗ്യമില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥയിൽ സഹായിക്കാൻ ആരുമില്ല എന്ന ഒരു തോന്നൽ, നമ്മുടെ കഷ്ടകാലം മാറുന്നില്ലല്ലോ എന്ന തോന്നൽ, ഇവയെല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇവ കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 46 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞ് ഉയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ സന്നിധിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബാംഗങ്ങളെ, അവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടി ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ നിന്റെ കരുണ ചൊരിയണമേ. ഇവർ മറ്റുള്ളവരിൽ ആശ്രയിച്ചിട്ട് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞ ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ നിന്നിൽ ആശ്രയിക്കുന്നതിനുള്ള കൃപ കൊടുത്ത്, കർത്താവിൽ ആശ്രയിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടെ നല്ല ഒരു ഉറക്കം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലോകത്തിൽ ശരണപ്പെടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് മറ്റുള്ള ആരിലും ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കർത്താവെ ബലപ്പെടുത്താൻ നീ മാത്രമേ ഉള്ളൂ എന്ന ഒരു ധൈര്യം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നു. ദൈവമേ, സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കഷ്ടകാലങ്ങൾ മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടകാലത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ തുണ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നപ്പോൾ അനേകം പേർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നീ മാത്രമായി ഞങ്ങളുടെ സഹായത്തിന്. കർത്താവേ, എപ്പോഴും സഹായത്തിനായി ഞങ്ങൾ നിലവിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല, നീ മാത്രമേ ഉള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണ തോന്നി. ഈ രാത്രിയിൽ സഹായത്തിന് കർത്താവുണ്ട്, ഒന്നും ഭയപ്പെടാനില്ല എന്ന ഒരു വിശ്വാസത്തോടെ നല്ല ഒരു ഉറക്കം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഉറക്കം നഷ്ടപ്പെട്ട അനേകർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നിന്നിൽ നിന്നും മാത്രമാണ് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും സഹായവും എല്ലാം ലഭിക്കുന്നത്. അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ബലമായ കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ശക്തിയായ ദൈവമേ, ഞങ്ങളുടെ ദുർബല അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കഷ്ടതകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് തുണ നൽകുന്ന ദൈവമേ, ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾക്ക് തുണയാകുന്ന കർത്താവേ, ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കുവാൻ, അതിനെ മറികടക്കുവാൻ ഉള്ള ശക്തിയും കാരുണ്യവും കൃപയും നീ തന്നെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളോട് ഇടപഴകുന്ന എല്ലാവരും ഞങ്ങളോട് കരുണ കാണിച്ച്
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ശക്തിപ്പെടുത്തി ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കുവാനുള്ള ശക്തി നൽകി, എപ്പോഴും ആശ്രയിക്കാൻ ദൈവമുണ്ട് എന്ന ഒരു ബോധ്യം നൽകി, പ്രാർത്ഥനയിൽ കൂടി ഏത് കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു ഉൾബോധ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടി നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന ഒരു ഉൾബോധ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം നൽകി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. എന്തെന്നാൽ 2 or 3 പേർ ഒരുമിച്ച് എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന വാഗ്ദാനം ചെയ്ത കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, നിന്നോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, ഇന്ന് അവരുടെ നിയോഗങ്ങളെ നീ കേട്ട്, അവരുടെ ആവലാതികളെ നീ കേട്ട്, ഇന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഒരു വലിയ പരിഹാരം നൽകി ഇന്ന് തന്നെ അവരുടെ ജീവിതത്തെ നവീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം സാധ്യമായ ദൈവമേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങളെ മാറ്റി എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഏറ്റെടുത്ത് നടത്തിയാൽ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകും. അതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ ഏറ്റുപറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. വസ്തു സംബന്ധമായ തർക്കമുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് എല്ലാം ദാനമായി നൽകിയത്. ഈ ഭൂമിയുടെ മുഴുവൻ അധിപനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി നൽകിയ ഭൂമിയെ സംരക്ഷിച്ച്, ശത്രുകരങ്ങളിൽ നിന്നും സംരക്ഷിച്ച്, നീതിപൂർവമായ ദൈവിക ഇടപെടൽ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ ഉണ്ടാകണമേ. കർത്താവേ, നീ തന്ന ഈ ജീവിതത്തെ പൂർണ്ണമായി ഫലപ്രദമായി ജീവിക്കുവാനായി ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ പുതിയ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി പ്രകാരം അവിടുന്ന് ഓരോ നിമിഷവും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഉറങ്ങാൻ മുൻപ് ഇന്നുവരെ നീ ചെയ്ത സകല അനുഗ്രഹങ്ങളെയും നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇന്നുവരെ നീ നൽകിയ സകല നന്മകളെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. നാളത്തെ ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ, ഞങ്ങളുടെ പദ്ധതികളെ എല്ലാം അങ്ങ് ഏറ്റെടുത്ത്, ഞങ്ങളുടെ തീരുമാനങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കാൻ നീ കൂടെയുണ്ടാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, സഹായിക്കുന്ന നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കുന്ന ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ അവിടുത്തെ ശക്തമായ കരങ്ങളിൽ കാത്ത് സംരക്ഷിക്കട്ടെ. നല്ല ഒരു ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുത്ത് അത്ഭുതങ്ങൾ നടത്തി നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവിൻ്റെ ശക്തമായ കരം നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തുണ നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.